ആയുധശേഖരത്തിന്റെ മൂർച്ച കൂട്ടുന്ന പരീക്ഷണ വിജയമായിരുന്നു നാഗ് MK2 മിസൈലുകളുടേത്. രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന പരീക്ഷണങ്ങളെല്ലാം വിജയകരമെന്നാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയത്. നാഗ് മിസൈലുകൾ വഹിക്കാനായി നിർമ്മിച്ച കാരിയറുകളുടെ പരീക്ഷണവും വിജയമായി. മിസൈൽ സംവിധാനം ഉടൻ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നും DRDO അറിയിച്ചു. അസാധാരണ കൃത്യതയും വിശ്വാസ്യതയുമാണ് നാഗ് MK2 മിസൈലുകൾ പരീക്ഷണഘട്ടത്തിൽ പ്രകടമാക്കിയത്. പരമാവധി ദൂരപരിധിയിലും കുറഞ്ഞ ദൂരപരിധിയിലും ഒരേപോലെ കൃത്യത പ്രകടമാക്കി തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈൽ ആധുനിക കവചിത ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനാണ് നാഗ് മാർക്ക് 2 മിസൈൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നാഗ് MK2 മിസൈലിന്റെ പരീക്ഷണ വിജയം ഇന്ത്യയെ ഇത്രയധികം ആവേശം കൊള്ളിക്കുന്നത്? പരീക്ഷണത്തിന്റെ 3 ഘട്ടങ്ങളിലും കൃത്യം ലക്ഷ്യത്തിലേക്ക് നീങ്ങാനും അത് തകർക്കാനും നാഗ് MK2 മിസൈലുകൾക്കായി. അതിനുമപ്പുറം ചില സവിശേഷതകൾ കൂടിയുണ്ട് നാഗ് MK2 മിസൈലിന്. ഏത് കാലാവസ്ഥയിലും കൃത്യത പുലർത്തുന്ന മിസൈൽ വിക്ഷേപിക്കുന്നതിന് മുൻപ് ലക്ഷ്യസ്ഥാനം കൃത്യമായി ഉറപ്പാക്കി ലോക്ക് ചെയ്യാൻ സാധിക്കും. അത്യാധുനിക കവചിത യുദ്ധവാഹനങ്ങളെ പോലും നിഷ്പ്രഭമാക്കും നാഗ് MK2 മിസൈലുകൾ. ദൂരപരിധിയിലെ മികവാണ് നാഗ് MK2 മിസൈലുകളെ സൈന്യത്തിന്റെ വജ്രായുധമാക്കി മാറ്റുന്നത്. നാഗ് മാർക്ക് 1 മിസൈലുകൾക്ക് പരമാവധി ഭേദിക്കാൻ കഴിയുമായിരുന്ന ലക്ഷ്യം 4 കിലോമീറ്റർ അകലത്തിലായിരുന്നുവെങ്കിൽ നാഗ് MK2 മിസൈലുകളുടെ പരമാവധി ദൂരം 10 കിലോമീറ്ററാണ്. ഇന്ത്യൻ നിർമ്മിത ടാങ്കറായ BMP-2 ശരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നാമിക എന്ന മിസൈൽ ലോഞ്ചറാണ് നാഗ് MK2 മിസൈലുകളെ വിക്ഷേപിക്കുക. ടാങ്ക് വേദ മിസൈലുകൾ ഇതുവരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയായിരുന്നു ഇന്ത്യയുടെ രീതി. സമീപകാല ഉദാഹരണം പരിശോധിച്ചാൽ 2020 ലഡാക്കിൽ ചൈനയുടെ പ്രകോപനമുണ്ടായപ്പോൾ ഇസ്രായേലിൽ നിന്ന് 200 ടാങ്ക് വേദ മിസൈലുകൾ വാങ്ങുകയായിരുന്നു ഇന്ത്യക്ക് മുൻപിലെ പോംവഴി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാഗ് MK2 മിസൈലിന്റെ വിജയത്തോടെ സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം എത്തുകയാണ്. അതിർത്തിയിലെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് മറുപടി നൽകാനും നാഗ് MK2 മിസൈലുകൾക്കാവും. പാകിസ്ഥാന്റെ പക്കലുള്ള ബാർക്ക് ലേസർ മിസൈലുകളേക്കാൾ സാങ്കേതിക മികവും നാഗ് MK2 മിസൈലുകൾക്കുണ്ട്. ചൈനയുടെ HJ-10 മിസൈലുകളോടും കിടപിടിക്കും നാഗ് MK2 മിസൈൽ.